നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. നമ്മളെല്ലാം ജീവിതത്തിൽ പറ്റുന്ന ഓരോ പരാജയങ്ങൾക്കും തെറ്റുകൾക്കും ഓരോ പ്രയാസങ്ങൾക്കും സങ്കടങ്ങൾക്കുമൊക്കെ ഓരോരോ എക്സ്ക്യൂസുകൾ കണ്ടെത്തുന്ന ആളുകളാണ്. എനിക്ക് സങ്കടം വന്നു, കാരണം അവൻ സങ്കടപ്പെടുത്തി. എനിക്ക് ദുഃഖം വന്നു, അവൻ എന്നെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് സങ്കടമായി. ഞാൻ ആകെ ഡിപ്രഷനിലാണ്, കാരണം ഞാൻ അവനെ അത്രമാത്രം സ്നേഹിച്ചു പോയി. ആ സ്നേഹിച്ചതൊന്നും മനസ്സിലാക്കാതെ അവൻ എന്നോട് അങ്ങനെ ചെയ്തു. അങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ ഓരോരോ എക്സ്ക്യൂസുകളും അതിൻ്റെ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഓരോരോ കാരണങ്ങളും തിരയുന്ന ആളുകളാണ്. അത് മനുഷ്യ സഹജമാണ്. യഥാർത്ഥത്തിൽ ആ ഓരോ സംഭവങ്ങൾക്ക് പിന്നിലും നമ്മുടെ ബിഹേവിയറോ നമ്മുടെ സ്വഭാവമോ നമ്മുടെ പെരുമാറ്റമോ നമ്മുടെ ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ചകളോ ഒക്കെ ഉണ്ടാകും. അത് അന്വേഷിച്ചു പോകുമ്പോൾ നമ്മൾ അതിന് തുനിയാതെ അത് ആരുടെയെങ്കിലും വീഴ്ചയായതുകൊണ്ടാണ് എനിക്ക് ആ കാര്യം ചെയ്തു തീർക്കാൻ കഴിയാതിരുന്നത്, എൻ്റെ ഈ ജോലി ചെയ്തു തീർക്കാൻ കഴിയാതിരുന്നത്, എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ചെയ്തു തീർക്കാൻ കഴിയാതിരുന്നത് ഇന്ന ആൾ ഇന്ന രീതിയിലൊക്കെ ചെയ്തത് കൊണ്ടാണ്, അല്ല എങ്കിൽ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്, ഞാൻ വിചാരിക്കാത്ത തപ്പ് സംഭവിച്ചു, അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി നമ്മൾ അതിൻ്റെ ഉത്തരവാദിത്തം ആ കാരണത്തിൻ്റെ മേൽ ആരോപിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നാം ആ കാര്യത്തെ കൃത്യമായി പരിശോധിക്കുകയും അത് എൻ്റെ ഇന്നാലിന്ന ഒരു വീഴ്ച കൊണ്ടാണ്, അല്ല എങ്കിൽ എൻ്റെ ഇന്നാലിന്ന ഒരു സ്വഭാവം കൊണ്ടാണ്, എൻ്റെ ഇന്നാലിന്ന ഒരു പ്രവർത്തനം കൊണ്ടാണ് ഇത് വന്ന് ഭവിച്ചത് എന്ന് മനസ്സിലാക്കാനും അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും അതിൻ്റെ ഉത്തരവാദിത്വവും ഒക്കെ ഏറ്റെടുക്കാൻ നാം തയ്യാറായാൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും സക്സസ് ആയ രീതിയിൽ കൊണ്ടുപോകാനും ഒക്കെ കഴിയും. നമ്മൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നതാണ്. ജീവിത വിജയത്തിന് സഹായിക്കുന്ന 12 നിയമങ്ങളിൽ 5 നിയമങ്ങളെക്കുറിച്ച് 5 വീഡിയോകളിലായി നമ്മൾ പ്രതിപാദിച്ചു. 6ാമത്തെ നിയമമായ ലോ ഓഫ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ലോ ഓഫ് അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അക്കൗണ്ടബിലിറ്റിയും റെസ്പോൺസിബിലിറ്റിയും നമ്മൾ തന്നെ ഏറ്റെടുക്കണം. അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്വവും നാം ഏറ്റെടുക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനും നമ്മുടെ ഗോളിനെ അച്ചീവ് ചെയ്യാനും ഒരു സക്സസ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുക. അക്കൗണ്ടബിലിറ്റി ഈസ് ദ കോർണർ സ്റ്റോൺ ഓഫ് പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫ് സക്സസ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നതാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെയും ഗോൾ അച്ചീവ് ചെയ്യുന്നതിൻ്റെയും നമ്മുടെ സമാധാനത്തിൻ്റെയും നമ്മുടെ സന്തോഷത്തിൻ്റെയും ഒക്കെ മൂലക്കല്ല് എന്ന് പറയുന്നത്. നമ്മുടെ പ്രവർത്തനത്തിൻ്റെ, സ്വഭാവത്തിൻ്റെ, ഉത്തരവാദിത്വത്തിൻ്റെ, ഡിസിഷൻ എടുക്കുന്നതിൻ്റെ, നമ്മുടെ പ്രവർത്തനങ്ങളുടെ, തീരുമാനങ്ങളുടെ, നമ്മുടെ സ്വഭാവത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും നമുക്ക് ഏറ്റെടുക്കാൻ കഴിയണം. അതിൻ്റെ ഉത്തരവാദി ഞാനാണ് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങുന്നിടത്ത് നമ്മുടെ വിജയത്തിൻ്റെ ആ മൂലക്കല്ല് നാം സ്ഥാപിക്കുകയാണ്. ആ ഉത്തരവാദിത്വ ബോധം നമ്മുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ, നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, നമ്മുടെ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫ് സക്സസ് ആവാൻ ഒക്കെ കാരണമായി തീരും. നമുക്ക് നമ്മുടെ ഗോളിനോടും ലക്ഷ്യത്തിനോടും ഒക്കെ ഒരു കൂടുതൽ കമ്മിറ്റ്മെന്റ് അതിലൂടെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നും, അവൻ സങ്കടപ്പെടുത്തിയത് കൊണ്ടല്ല ഞാൻ സങ്കടപ്പെട്ടത് എന്നും, അവൻ എന്നെ ദുഃഖപ്പെടുത്തിയത് കൊണ്ടല്ല എനിക്ക് ദുഃഖം വന്നത് എന്നും, ആ ദുഃഖം വരാനും സങ്കടം വരാനും എൻ്റെ മൈൻഡിനെ, എൻ്റെ ഇമോഷനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയാതെ വരുമ്പോഴാണ് അത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ ഉത്തരവാദി ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ പേഴ്സണാലിറ്റിയെയും നമ്മുടെ പ്രൊഫഷനെയും അത് സുഖകരമായി സക്സസ് ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കും. അതിനുവേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രവർത്തനത്തിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമ്മൾ എടുക്കണം. ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ആക്ഷൻസ്. പിന്നീട് നമ്മൾ ക്ലിയറായ ഒരു ഗോള് സെറ്റ് ചെയ്യുകയും അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയും ചെയ്യുക. നമ്മുടെ ശ്രദ്ധ മാറ്റുന്നത് മറ്റാരുമല്ല,
നമ്മൾ തന്നെയാണ്. നമ്മുടെ ശ്രദ്ധ മാറ്റുന്നത് മറ്റേതെങ്കിലും വസ്തുവോ ഏതെങ്കിലും സാഹചര്യങ്ങളോ അല്ല. ആ സാഹചര്യത്തിന്റെ ഉത്തരവാദിത്തം നമ്മുടേതാണ്. ആ സാഹചര്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ഗോളിലേക്ക് മുന്നോട്ട് പോകാൻ നമ്മൾ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തു നിർത്താനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുവെങ്കിൽ, നമ്മുടെ സക്സസിലേക്കുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ അതിനെ മാറ്റി നിർത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ മാറ്റി നിർത്താതെ അത് നമ്മളെ ശല്യപ്പെടുത്തുന്നു എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം നമ്മുടേത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഓരോ നിമിഷവും, ഓരോ ദിവസവും, ഓരോ ആഴ്ചയിലും, ഓരോ മാസത്തിലും നമ്മുടെ പ്രോഗ്രസിനെ ട്രാക്ക് ചെയ്യുകയും അതിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ നമുക്ക് പരാജയപ്പെടാൻ സാധ്യതയുണ്ടായി, അതിൻ്റെ സാഹചര്യങ്ങൾ ഞാൻ തന്നെ സൃഷ്ടിച്ചതാണ് എന്ന് മനസ്സിലാക്കുകയും ആ സാഹചര്യങ്ങളെ തിരുത്തിക്കൊണ്ട് അതിൻ്റെ തൻ്റെ ഉത്തരവാദിത്വത്തിൽ വന്ന വീഴ്ചയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുക എന്നതാണ് മറ്റൊരു കാര്യം. നമ്മുടെ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാനും കൂടുതൽ സപ്പോർട്ടുകൾ കിട്ടാനും കൂടുതൽ മോട്ടീവ് ആകുന്നതിനും വേണ്ടി നല്ല ഫ്രണ്ട് സർക്കിളും അതിനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി ക്രിയേറ്റ് എ സപ്പോർട്ട് സിസ്റ്റം. നമ്മൾ നല്ല അത്തരത്തിലുള്ള ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരാനും അതുമൂലം നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന സാഹചര്യങ്ങളെയും വ്യക്തികളെയും നമ്മളോട് ചേർത്ത് വെക്കുകയും ചെയ്യുക. അതോടൊപ്പം സെൽഫ് റിഫ്ലക്ഷനും സെൽഫ് അവയർനെസ്സും ഒക്കെ കൂട്ടിക്കൊണ്ട് നമ്മളെ കുറിച്ച് നല്ല ഒരു ധാരണയും, എനിക്ക് ഇന്ന കാര്യങ്ങളിലൊക്കെ വീഴ്ച പറ്റാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ആ മേഖല ഞാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അവിടെ എന്തെങ്കിലും വീഴ്ച പറ്റുകയാണ് എങ്കിൽ മറ്റാരുമല്ല അതിൻ്റെ ഉത്തരവാദി, മറ്റേത് സാഹചര്യവുമല്ല അതിൻ്റെ ഉത്തരവാദി, ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഏതെങ്കിലും മേഖലയിൽ നമുക്ക് കുറവുകളുണ്ട് എങ്കിൽ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള നോളജും അറിവുകളും സ്കില്ലുകളും ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു തരത്തിലും വീഴ്ചകൾ പറ്റാതിരിക്കാൻ, അങ്ങനെ പറ്റുന്ന വീഴ്ചകളുടെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്തുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ നിമിഷത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെയും പരിപൂർണമായ ഉത്തരവാദിത്തം നാം ഏറ്റെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളിൽ നിന്ന് മുറിഞ്ഞു പോകുന്ന ബന്ധങ്ങളുടെ കാരണം അവർ നമ്മളോട് അങ്ങനെ പെരുമാറിയത് കൊണ്ടല്ല, മറിച്ച് അത് പെരുമാറാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് അവരിലല്ല ആ കുറ്റം, ഞാനാണത് ചെയ്തത് എന്ന് മനസ്സിലാക്കി ആ കാര്യങ്ങളെ തിരുത്തി കൂടുതൽ ശക്തമായ രീതിയിൽ ആ ബന്ധത്തെ സ്ഥാപിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വത്തെയും ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളും സങ്കടങ്ങളും വിജയങ്ങളും പരാജയങ്ങളും സന്തോഷവും എല്ലാ സാഹചര്യവും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളുടെ ഫലമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധയോടെ കാര്യങ്ങളെ കാണുകയും എന്തെങ്കിലും വീഴ്ചയോ പരാജയങ്ങളോ സങ്കടമോ വിജയമോ എന്തു തന്നെയാണെങ്കിലും സംഭവിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം മറ്റാരിലും ആരോപിക്കാതെ അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിലും നമ്മുടെ ബന്ധങ്ങളെ സുശക്തമാക്കുന്നതിനും നമ്മുടെ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫിൽ ഒരു സക്സസ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനും നമുക്ക് കഴിയും. അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.